ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം ഇഡിക്ക് മുന്നിൽ. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ജയറാം ഹാജരായി. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് വരണമെന്ന് ജയറാം പറഞ്ഞു. കുടുങ്ങാനുള്ളവരെല്ലാം കുടുങ്ങട്ടെ എന്നും ജയറാം പ്രതികരിച്ചു. ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയെ നടക്കിരുത്തൽ, ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് തന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക്. വിവരങ്ങളുമായി കൊച്ചിയിലെ ഇഡി ഓഫീസിന് മുന്നിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നു. ലാൽകൃഷ്ണൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇപ്പോഴും ജയറാം അവിടെയുണ്ടോ? ദിലീപ്, 11 മണിയോട് കൂടിയാണ് ഇ ഡിയുടെ മുന്നിലേക്ക് ജയറാം എത്തിയത്. തൻ്റെ കടമയാണ് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് പറയുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ ഇതിൻ്റെ മറവിൽ ഇനിയുമുണ്ടോ അവരും പുറത്തേക്ക് വരണം എന്നുള്ളത് തന്നെയായിരുന്നു ജയറാമിൻ്റെ നിലപാട്. എന്താണെങ്കിലും ഇന്ന് നോട്ടീസ് നൽകിയ കൃത്യസമയത്ത് തന്നെ ജയറാം ഹാജരായിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാമിന് നിർണായകമായ ഒരു റോളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇ ഡി അനുമാനിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ജയറാമിൻ്റെ സാന്നിധ്യവുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ കൊള്ള നടത്തിയിരുന്നു അല്ലെങ്കിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതിനെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തോടും ജയറാം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദ്വാരപാലക ശില്പം ജയറാമിൻ്റെ വീട്ടിലെത്തി പൂജിക്കുന്ന സമയത്തും ഇതിന് തൊട്ട് മുൻപ് ഈ ചെന്നൈയിലെ ഓഫീസിൽ കൊണ്ടുവന്ന് പൂജിക്കുന്ന സമയത്തും കോട്ടയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു യാത്ര നടന്ന സമയത്തുമെല്ലാം ജയറാമിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജയറാമും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൂടുതൽ വെളിപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല മറ്റാർക്കെങ്കിലും ഈ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് കൂടുതൽ ഇടപാടുകളുണ്ടോ, അവർ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും ലിങ്കുകൾ ജയറാമിൽ നിന്ന് കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായിട്ടും ജയറാമിൽ നിന്ന് ആരായാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയറാമിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിട്ടുമുള്ളത്. എന്താണെങ്കിലും കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും വ്യക്തമാക്കുമെന്ന കാര്യം ജയറാം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാൻ തന്നെയാണ് പോയിട്ടുള്ളത്. തൻ്റെ കടമയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 10-50 വർഷമായിട്ട് ശബരിമലയിൽ നിത്യസന്ദർശകനാണ്. അയ്യപ്പൻ്റെ സ്വർണം അടക്കമുള്ള കാര്യങ്ങൾ കാക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ധർമ്മമാണ് എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കൽപേഷ് അടക്കമുള്ളവരുടെ സാന്നിധ്യവും ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത്. കാരണം ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് കൽപേഷിനെ കണ്ടിട്ടുള്ളത്. അയാളെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം അവിടെ നിന്ന് പൊതികളിലാക്കി ഈ ബെല്ലാരിയിലുള്ള ഇടനിലക്കാരനായ വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയത് കൽപേഷാണ് എന്ന കാര്യം SIT അടക്കം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും ആരായുന്നതും അന്വേഷിക്കുന്നതും എന്ന കാര്യം കൂടിയാണ് വെളിവായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. അദ്ദേഹം സാക്ഷി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇ ഡി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പ് ഇപ്പോഴും കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ തുടരുകയാണ്. ഇടനിലക്കാരൻ കൽപേഷും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിന് മുന്നിൽ നിന്നും ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.